എജുപോൾ. എടാ, ഹിന്ദിയുടെ കേസിൽ ഇപ്പോഴും പേടിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? ഹിന്ദി പാസ്സാവോ, A+ കിട്ടോ എന്നൊക്കെ പേടിച്ചിരിക്കുന്നവരാണെങ്കിൽ ഇവിടെ കമോൺ, നിങ്ങൾക്ക് ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഈ ഒരു വീഡിയോയില് 50 അല്ല 50-ൽ കൂടുതൽ മാർക്കാണ് ഞാൻ തരാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ് അല്ലേ. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഞാനിപ്പോൾ ഈ പറയുന്ന ചോദ്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുമോ, അല്ലെങ്കിൽ ഇവ എക്സാമിന് വരുമോ എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ. എങ്കിൽ നോക്കിക്കോ, അതെ, ഇവരില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ആളുകളാണ് ഇവര്. നിങ്ങൾ എത്ര വർഷം മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഈ ആളുകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആരെയാണ് നോക്കിക്കേ, അനുച്ഛേദ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ഏതെങ്കിലും ഒരു കവിയുടെ ബയോഡാറ്റ തരും, അനുച്ഛേദാക്കി മാറ്റി എഴുതാൻ പറയും. എത്ര മാർക്കിന്? 4 മാർക്കിന്റെ ചോദ്യം. ഏത് കവി എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അനുച്ഛേദം ഉറപ്പായിട്ട് വരും. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു കവിയുടെ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ അനുച്ഛേദം ആദ്യം പഠിക്കും. അതിനുശേഷം നോക്കിക്കേ, പത്ര ലെറ്റർ റൈറ്റിംഗ് എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. അപ്പൊ ഏത് ചോദ്യം എന്ന് നമ്മൾ നോക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണ്, 6 മാർക്കിനാണ് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ 6 മാർക്കിന് അതിൽ പകുതി മാർക്ക് നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്താണ്, അതിന്റെ ഫോർമാറ്റ് ആണ് അല്ലെ. അപ്പൊ ലെറ്ററിന്റെ ഫോർമാറ്റ് അടിപൊളിയായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ചോദ്യത്തിന് തട്ടിക്കൂട്ടി എഴുതിയ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ രണ്ടാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലെറ്ററിന്റെ ഫോർമാറ്റ് അതുപോലെ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ആയിട്ട് പഠിക്കും. ഓക്കെ, അടുത്തത് പോസ്റ്റർ ആണ്. ഈ ചോദ്യത്തിൽ നിന്ന് മാർക്ക് വാങ്ങുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതാണ് ഇവിടെ പോസ്റ്ററിന്റെ കാര്യത്തിൽ. എന്തെങ്കിലും ഒരു സംഭവവുമായി ബന്ധപ്പെട്ട്, ഒരു പ്രോഗ്രാം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റർ ചോദിച്ചിട്ടുണ്ട്. ഇത്രയും വർഷം എല്ലാ ചോദ്യ പേപ്പറിലും കണ്ടിട്ടുണ്ട്. 6 മാർക്ക്. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് നോക്കടാ, ഡയറി ആണ് അല്ലെ. അപ്പൊ ഡയറിയുടെ കേസിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, അതിന്റെ ഫോർമാറ്റ്, എങ്ങനെയാണ് ഡയറി എഴുതേണ്ടത്, ആ രൂപം നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ഫോർമാറ്റ് പ്ലസ് ഒരു എക്സാമ്പിൾ നമ്മൾ പഠിക്കും. അടുത്തതായിട്ട് 6 മാർക്കാണ് ഇത്ര ഡയറി കിട്ടോ. ഇതൊക്കെ നിങ്ങൾ കൂട്ടി നോക്കിക്കോ, ഇതൊക്കെ ഞാൻ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇത്രയും മാർക്കൊക്കെ ഇതിലുണ്ടോ ഡൗട്ട് ഉള്ളവർ ഈ മാർക്ക് അങ്ങ് കൂട്ടി നോക്കിക്കോട്ടോ. അടുത്തത് സംക്ഷേപം ചോദിക്കല്ലോ, ഉറപ്പായിട്ടും സംക്ഷേപം ചോദിക്കല്ലോ. അപ്പൊ സംക്ഷേപം എങ്ങനെ എഴുതേണ്ടത് എന്ന് ഇപ്പോഴും ഒരുപാട് പേർക്ക് ഡൗട്ടാണ് അല്ലെ. അപ്പൊ നമുക്ക് തരുന്ന പാരഗ്രാഫിനെ നമ്മൾ സംക്ഷേപണമാക്കി എഴുതുമ്പോൾ എങ്ങനെയാണ്, ആ തന്ന പാരഗ്രാഫിനെ 3-ൽ 1 മാറ്റി എഴുതുകയാണ് വേണ്ടത്. നമ്മൾ വിചാരിക്കുക കുറേ എഴുതണ്ടേ 6 മാർക്കിന്. ഇല്ലടാ, നമ്മൾ 3-ൽ 1 എഴുതിയാൽ മതി, എല്ലാ സംഭവങ്ങളും അതിൽ ഉണ്ടായാൽ മതി. അപ്പൊ സംക്ഷേപണം എഴുതേണ്ട രീതി എങ്ങനെയാണെന്നും ഏതായാലും നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ ഏത് ചാപ്റ്റർ എന്ന് ചോദിച്ചാൽ ആനന്ദ് കി ഫുൾ സ്റ്റഡി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ് നിങ്ങൾക്ക് എന്ത് വരിക, സംക്ഷേപണം. അതിൽ ഒരുപാട് സിറ്റുവേഷൻസ് പറയുന്നുണ്ടല്ലേ, ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട്. ആ സംഭവങ്ങൾ ഏതെങ്കിലും ഒന്നായിരിക്കുമല്ലോ ചോദിക്കുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, മുഴുവൻ സംഭവങ്ങളുടെയും സംക്ഷേപണം അങ്ങ് പഠിക്കും. ഓക്കെ, അപ്പൊ എത്ര മാർക്കാണ്, 6 മാർക്ക്. അപ്പൊ 4 മാർക്കിൻ്റെതും 6 മാർക്കിൻ്റെതും നമ്മൾ സെറ്റാക്കി. അടുത്ത എന്താണ്, വിജ്ഞാപൻ. എന്താണ് വിജ്ഞാപൻ എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ പറയല, വിജ്ഞാപൻ എന്നാണ് പറയേണ്ടത് കേട്ടോ. എന്താണ്, ആഡ്, പരസ്യം. എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ പരസ്യം ചെയ്യണം. എത്ര മാർക്ക്, 8 മാർക്ക്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റും. അപ്പൊ വിജ്ഞാപനം എഴുതേണ്ട ആ ഒരു ഫോർമാറ്റ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം പഠിക്കും. then നമ്മൾ എന്ത് ചെയ്യും, ഒരു എക്സാമ്പിൾ ചെയ്യും. അടുത്തത് സൂചനാധികാർ പത്ര. 8 മാർക്കിന്റെ ചോദ്യമാണ്, ഉറപ്പായിട്ടും ചോദിക്കും. ഇപ്പോഴും സൂചനാധികാര പത്രത്തിലെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് എന്ന് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഫോർമാറ്റ് അങ്ങ് പഠിക്കുകയാണ്, അത് നമ്മളൊന്ന് എഴുതി പഠിക്കുകയാണ്, ഉറപ്പായിട്ടും ചോദിക്കും. അടുത്തത് എന്താണ്, ഫിലിം കി സമീക്ഷ. ഉറപ്പായിട്ടും ഒരു ഫിലിമിന്റെ സമീക്ഷ എഴുതാനുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഫിലിം അല്ലെ, നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, ഉറപ്പായിട്ട് അത് ചോദിക്കും. എത്ര മാർക്കിന്, 8 മാർക്കിന്. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ, ഇത്രയും മാർക്കിന്റെ ചോദ്യങ്ങൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ സെറ്റാക്കാൻ പോവാണ്. ഈ വീഡിയോ കാണുന്നവർക്ക് മിസ് വീണ്ടും പറയാണ്, 50-ൽ കൂടുതൽ മാർക്ക് നിങ്ങൾ ഉറപ്പിച്ചോ മക്കളെ. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ വരും. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഒന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, ജീവൻ വൃത്ത് സെ അനുച്ഛേദ ലിഖേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഇതുവരെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അനുച്ഛേദം ഏതാണ്, അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഒരു കവിയെ കുറിച്ച്. ആരെക്കുറിച്ചാണ്, മൈഥിലി ശരൺ ഗുപ്തനെ കുറിച്ച് എന്ത് തന്നിട്ടുണ്ട്, കാര്യങ്ങൾ, ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, അദ്ദേഹം ജനിച്ചത് എന്നാണ്, അതുപോലെ അദ്ദേഹം ഏതൊക്കെ മേഖലകളിൽ ഉണ്ടായിരുന്നു, കാര്യങ്ങൾ തന്നു. എന്തൊക്കെയാ തന്നെ നോക്കാം. നോക്കിക്കേ, നാം ആരാണ്, മൈഥിലി ശരൺ ഗുപ്ത. ജന്മ ഡേറ്റ് ഓഫ് ബർത്ത് തന്നിട്ടുണ്ട് ഇവിടെ, 3 ഓഗസ്റ്റ് 1886 എന്ന് തന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ്
വ്യവസായ, അതായത് ഏതൊക്കെ മേഖലകളിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്? കവി, രാജ്നേത, നാടകക്കാർ, അനുവാദക് എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രശസ്തനായിരുന്നു. നെക്സ്റ്റ് രചനായം, അദ്ദേഹത്തിന്റെ കൃതികൾ ഏതൊക്കെയാണ് നോക്കിക്കേ? പഞ്ചവടി, സാഖേത്, യശോധര ആദി. ഓക്കെ, അപ്പൊ നമുക്കിവിടെ മൈഥിലി ശരൺ ഗുപ്തന് പകരം ഏത് കവിയെ വേണമെങ്കിലും തരാട്ടോ. ഓക്കെ, അടുത്തത് സമ്മാൻ, അദ്ദേഹത്തിന് എന്തൊക്കെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് നോക്കിക്കേ? ഹിന്ദുസ്ഥാനി അക്കാദമി പുരസ്കാർ, മംഗൾ പ്രസാദ് പുരസ്കാർ, പത്മഭൂഷൺ. ഇത്രയും സമ്മാനങ്ങൾ, ഇത്രയും പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അടുത്തത് മരണമാണ് അല്ലെ, മരണം, ആ ഒരു ഡേറ്റും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഇത് എങ്ങനെ എഴുതിയാൽ മതി? ഇതേ ഇത്രയുള്ള ഒരു പാരഗ്രാഫ് ആക്കി എഴുതണം. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ കവിയുടെ പേര് എഴുതുക. ഏത് രീതിയിലാണ് എഴുതേണ്ടത്? ഇതങ്ങ് ബൈ ഹാർട്ട് ആക്കിക്കോ. എന്താ? ഹിന്ദി സാഹിത്യ ജഗത് की सर्वश्रेष्ठ कवियों में പ്രമുഖ ഹേ ശ്രീ മൈഥിലി ശരൺ ഗുപ്ത. നിങ്ങൾക്ക് ആരാണോ, ഏത് കവിയെ കുറിച്ചാണോ നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ തന്നത്, ആ ആളുടെ പേരെന്ത് ചെയ്യുക? ഈ കവിയുടെ സ്ഥാനത്തൊന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പൊ ഇത് പഠിക്കുക. എന്താ? ഹിന്ദി സാഹിത്യ ജഗത് की സർവശ്രേഷ്ഠ കവിയോ മേ പ്രമുഖ ഹേ. നിങ്ങൾക്ക് തന്ന കവി ആരാണോ ആളുടെ പേരെഴുതാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അദ്ദേഹത്തിന്റെ ജനിച്ച ദിവസം എന്നാണ്. അപ്പൊ എങ്ങനെ എഴുതേണ്ടത്? ഉൻക ജന്മ എന്ന് കൊടുക്കുന്നു. ദെൻ നിങ്ങൾക്ക് തന്ന ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ ചേർക്കുക. ദെൻ ഹുവ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്താണ്? ഉൻക ജന്മ 3 ഓഗസ്റ്റ് 1886. നോക്കിക്കേ, മെഹുവ എന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അടുത്തത് അദ്ദേഹം ഏതൊക്കെ നിലയിലാണ് പ്രശസ്തനായത്? നമുക്കത് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അതെങ്ങനെ എഴുതാ? കവി, രാജ്നേത, നാടകക്കാർ, അനുവാദക് ആദി സമസ്ത സാഹിത്യ വിധാओं पर उन्होंने अपना योगदान दिया. അപ്പൊ അതിനുശേഷമുള്ള ഈ ഒരു സെന്റൻസ് ആണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, അടുത്തത് എന്താണ്? അദ്ദേഹത്തിന് എന്തൊക്കെയല്ലേ, അദ്ദേഹത്തിന്റെ കൃതികൾ ഏതൊക്കെയാണ്? പഞ്ചവടി, സാഖേത്, യശോധര ആദി. അല്ലെ, എന്താ ചേർക്കേണ്ടത് നമ്മള്? ആദി ഉൻകെ പ്രസിദ്ധ രചനായേ ഹേ. ഇതൊക്കെയാണ് എന്ത്? അവരുടെ പ്രശസ്തമായിട്ടുള്ള രചനകൾ. അടുത്തത് അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങളാണ്. നോക്കിക്കേ, ഹിന്ദുസ്ഥാനി അക്കാദമി പുരസ്കാർ, മംഗൾ പ്രസാദ് പുരസ്കാർ, പത്മഭൂഷൺ ആദി സേ വേ സമ്മാനിത് ഹുവ. ഇതിലൊക്കെ എന്താണ്? അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഇതൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ലാസ്റ്റ് നിങ്ങൾ എന്ത്? മരണം അല്ലെ, ഡിസംബർ നോക്കിക്കേ 12, 1964 ഉൻക മൃത്യു ഹുയി. ഇത്രയും കാര്യങ്ങൾ മാത്രം കൊടുത്താൽ മതി. 4 മാർക്കാണ് നമ്മളിപ്പോൾ സെറ്റാക്കിയത്. ഓക്കെ, അപ്പൊ എന്താണ് നിങ്ങൾക്ക് ചോദ്യത്തിൽ തന്നത്? ഈ രീതിയിലേക്ക് മാറ്റിയത് നിർബന്ധമായിട്ടും പഠിക്കണം. അനുച്ഛേദം ഉറപ്പായിട്ടും ചോദിക്കും. ഒരു ചോദ്യം എന്താണ്? നിങ്ങൾക്ക് വരാൻ പോകുന്ന ചോദ്യങ്ങളിൽ ഒന്ന് എന്താണ്? അനുച്ഛേദാണ്. സെറ്റല്ലേ? ക്ലിയർ അല്ലേ? അനുച്ഛേദ സെറ്റല്ലേ? ഉറപ്പായിട്ടും പഠിച്ചോ മക്കളെ, നിങ്ങൾക്ക് നഷ്ടാവില്ല. ഓക്കെ, അടുത്തത് ലെറ്റർ റൈറ്റിംഗ് ആണ് കേട്ടോ. പത്രലേഖനം. ലെറ്റർ റൈറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു, പക്ഷേ ഫോർമാറ്റും കൂടി നമ്മൾ ശരിയാക്കിയാൽ മാത്രമേ നമുക്ക് മുഴുവൻ മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ എന്താ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്? ചെറിയ കുട്ടികളോട് പറയുന്ന മാതിരി എന്താണ്? സ്കെയില്, പെൻസിലൊക്കെ ആയിട്ട് പോവാ. എന്താണ് കാരണം? എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ ലെറ്ററിന് ബോക്സ് നിർബന്ധമാണ്, മസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഒരു ബോക്സ് വരയ്ക്കുന്നു. ദെൻ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് സ്ഥാൻ താരീഖിൽ, അതായത് പ്ലേസും ഡേറ്റും എഴുതാം അല്ലെ. സ്ഥാൻ താരീഖ് എന്ന് എഴുതി കൊടുക്കുന്നു. ദെൻ നേരെ ഓപ്പോസിറ്റ് സല്യൂട്ടേഷൻ, പ്രിയ മിത്ര. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഇന്ന ആൾക്ക്, അതായത് ഒരാളുടെ പേര് മെൻഷൻ ചെയ്തു, അതായത് ലെറ്റർ എഴുതേണ്ട ഒരാളുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിയ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ പേര് കൊടുക്കാം, ഇല്ലെങ്കിൽ പ്രിയ മിത്ര എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം പ്ലേസും ഡേറ്റും എഴുതി അതിനുശേഷം നമ്മൾ എന്ത് കൊടുത്തു? സല്യൂട്ടേഷൻ കൊടുത്തു. ഇനി എപ്പോഴുള്ള ക്ലീശേ സാധനം എന്ത്? സുഖാണോ? സുഖല്ലേ? അത് നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാ ചോദിക്കുന്നത്, പക്ഷെ നിർബന്ധമാണ്, ചോദിക്കണം. അപ്പൊ എന്ത് എഴുതാൻ നോക്കിക്കേ? തും कैसे हो? गुश है ना? मैं यहाँ गुशल से हूँ. एक बात बताने के लिए मैं ये पत्र लिखता हूँ. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ലെറ്റർ എഴുതുന്നത്. ഇത്രയും കാര്യങ്ങളൊന്നും ഇപ്പം തന്നെ മനസ്സിൽ സെറ്റാക്കുക. ശേഷം ക്വസ്റ്റ്യനിൽ എന്താണോ പറഞ്ഞത് അത് എന്ത് ചെയ്യുക? ഒരു 2-3 സെന്റൻസിൽ അങ്ങ് ചുരുക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതാം. then എങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ നോക്കിക്കേ? വാപ്പസി പത്രയ്ക്ക് ഇന്റസാർ മേം അല്ലെ, മറുപടി കത്ത് പ്രദർശിക്കുന്നു. അതുപോലെ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? ജവാബി എന്നും കൊടുക്കാം കേട്ടോ. ജവാബല്ലേ നമ്മൾ പറയില്ല, മറുപടി. ഓക്കെ, അങ്ങനെ നമുക്ക് കൊടുക്കാം. ദെൻ സസ്നേഹ് വിത്ത് ലവ്. ദെൻ നേരെ റൈറ്റ് സൈഡിൽ താഴെയായിട്ടില്ലേ ഫ്രം അഡ്രസ് ആണ് കേട്ടോ. ആരാണോ എഴുതിയത് അവരുടെയാണ് കേട്ടോ. തുമാര മിത്ര ഹസ്താക്ഷർ. ദെൻ നേരെ ഓപ്പോസിറ്റ് ടു അഡ്രസ് സേവാമേ നാം
പത എന്ന് പറഞ്ഞാൽ എന്താ, അഡ്രസ്സ്. ഇത്രയും കാര്യങ്ങളാണ് ലെറ്റർ റൈറ്റിംഗിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കണം, നിങ്ങൾക്ക് ലെറ്റർ എഴുതാനുണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കിക്കേ, ബാബുജി അസ്ലം നഹി രഹ, ചാപ്റ്റർ മനസ്സിലായല്ലോ, അനുതാപ് അല്ലെ. നോക്കിക്കേ, സുൻകർ യാത്രി കോ ഷോക്ക് സെ ലേഖ, ഇസ് ഘടന കെ ബാരെ മേ യാത്രി അപ്നെ മിത്ര കോ പത്ര ലിഖ്താ ഹെ. അങ്ങനെ എന്താ, യാത്രക്കാരൻ അറിയാണ് എന്ത്, അസ്ലം മരണപ്പെട്ടത്. അപ്പൊ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് യാത്രക്കാരൻ എന്ത് ചെയ്യാണ്, അവരുടെ ഒരു സുഹൃത്തിന് ലെറ്റർ എഴുതാണ്. ഇതാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞത്. അപ്പൊ നമ്മളിപ്പോ പഠിച്ച ഫോർമാറ്റ് ഉപയോഗിച്ച് ഇതെങ്ങനെ എഴുതുക നോക്കിക്കേ. നമ്മൾ ആദ്യം തന്നെ ഒരു ബോക്സ് വരയ്ക്കുന്നു, ദെൻ സ്ഥാൻ താരിഖ് കൊടുക്കുന്നു, അതിനുശേഷം നമ്മൾ സല്യൂട്ടേഷൻ കൊടുത്തില്ല. അതിനുശേഷം ഇത്രയും കാര്യങ്ങൾ എന്താണ്, നമ്മൾ സുഖാണോ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യങ്ങൾ അതേപോലെ എഴുതി വെക്കാം. എന്നിട്ട് നോക്കിക്കേ, ദോ ദിനോം സേ മേരാ മൻ ബഹുത്ത് ദുഃഖി മേ ഹേ, അല്ലെ, കുറേ ദിവസമായിട്ട് 2-3 ദിവസമായിട്ട് എന്താണ്, എൻ്റെ മനസ്സ് വളരെ ദുഃഖത്തിലാണ്. മേരെ പരിചയ കാ ഏക് റിക്ഷാ വാല ഥാ, എൻ്റെ പരിചയത്തിൽ ഒരു റിക്ഷാവാലുണ്ട്, ഒരു ഓട്ടോക്കാരനുണ്ട്. വാ മുझे റോസ് ദഫ്തർ ലേ ചൽത്താ താ, അല്ലെ, അദ്ദേഹത്തിന്റെ കൂടെയാണ് എന്ത്, ഡെയിലി ഞാൻ ഓഫീസിലേക്ക് പോയത്, എന്നെ ഡെയിലി ഓഫീസിലേക്ക് കൊണ്ടുവിടുന്നത് അയാളാണ്. ഉസ്കാ നാം അസ്ലം ഹേ, അവന്റെ പേരെന്താണ്, അസ്ലം എന്നാണ്. കൽ അസ്ലം കി ആകസ്മിക മൃത്യു ഹോ ഗയി, ഇന്നലെ എന്താണ്, തീരെ പ്രതീക്ഷിക്കാതെ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു. ഉസ്കെ മൃത്യു മേരാ ഭി ദായിത്വ ഹേ, അദ്ദേഹത്തിന്റെ മരണം എന്റെയും കൂടെ ഉത്തരവാദിത്തമായിരുന്നു. ഉസ്കെ ദോനോ ഗുർദോ മേ ഗരാ ഭി थी, लेकिन उसके प्रति मेरी ओर से बड़ी उपेक्षा हो गई. उसके मृत्यु के लिए ये भी एक कारण बना, അല്ലെ, അദ്ദേഹത്തിന് തീരെ വയ്യായിരുന്നു, പക്ഷെ ഞാൻ എന്ത് ചെയ്തില്ല, അതൊന്നും മൈൻഡ് ചെയ്തില്ല. അപ്പൊ അതും കൂടി എന്താണ്, അദ്ദേഹത്തിന്റെ ഒരു മരണ കാരണമാണ്. उसके प्रति मुझसे दिखाई गई उपेक्षा से उत्पन्न पश्चाताप और अनुताप से मेरा मन विवश हो रहा है. അപ്പൊ എന്താണ്, അത് ആലോചിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ എന്താണ്, ഭയങ്കരമായിട്ടുള്ള പശ്ചാത്താപം, കുറ്റബോധം ഉണ്ടാവാണ്, അല്ലെ. മുझे ജവാബ് ദേക്കർ സാന്ത്വന ദേന, അല്ലെ, നീ എനിക്ക് മറുപടി തന്നുകൊണ്ട് എന്ത് ചെയ്യണം, എന്നെ ആശ്വസിപ്പിക്കണം. ജവാബ് കി പ്രതീക്ഷാസെ, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ജവാബ് കി പ്രതീക്ഷാമേ, നമ്മൾ നേരത്തെ വാപ്പസി പത്രം എന്ന് പഠിച്ചിട്ടില്ലേ, അപ്പൊ അതേ കാര്യം തന്നെയാണ് കേട്ടോ. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, താഴെ നമ്മൾ ഫ്രം അഡ്രസ്സ് കൊടുക്കുന്നു, നേരെ ഓപ്പോസിറ്റ് ടു അഡ്രസ്സ് കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ. 6 മാർക്കാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ എഴുതുന്ന സമയത്ത് കിട്ടുന്നത്. സെറ്റ് അല്ലേ? അപ്പോൾ ലെറ്ററിന്റെ ഫോർമാറ്റ് ഉറപ്പായിട്ടും പഠിച്ചോ. ഈ രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ആ മാർക്ക് ഫുള്ള് കിട്ടും. ഓക്കെ, അടുത്തത് എന്താണ്, ഡയറി ആണ് കേട്ടോ. ഡയറി ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഏത് ചോദ്യ പേപ്പർ എടുത്താലും എല്ലാ തവണയും ഒരു ഡയറി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഡയറി എഴുതുന്ന സമയത്തിൽ ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ലെറ്ററിന്റെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക, ഒരു ബോക്സ് വരയ്ക്കൽ നിർബന്ധമാണ് കേട്ടോ. ബോക്സ് വരയ്ക്കുന്നു, താരീഖ് അല്ലെ, ഡേറ്റ് എന്ന് കൊടുക്കാം. അപ്പൊ നോക്കിക്കേ, ആജ് മേരെ ലിയേ ഖുഷി ഓർ ദുഃഖി ദിൻ താ, അതായത് സന്തോഷമാണെങ്കിൽ നമ്മുടെ ചോദ്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ, സന്തോഷമുള്ള ഒരു കാര്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഖുഷി എന്ന് കൊടുക്കാം. സങ്കടമാണെങ്കിൽ എന്ത് ചെയ്യാം, ദുഃഖി എന്ന് കൊടുക്കാം. ഇത് രണ്ടും കൂടി എഴുതി വെക്കരുത് കേട്ടോ. സന്തോഷമാണെങ്കിൽ ആജ് മേരെ ലിയേ ഖുഷി ദിൻ താ എന്നും, അല്ലെങ്കിൽ എന്താണ്, ആജ് മേരെ ലിയേ ദുഃഖി ദിൻ താ. അല്ലെങ്കിൽ നമുക്ക് ഈ ഖുഷിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം, അച്ഛാ ദിൻ കൊടുക്കാം. ഇവിടെ എന്ത് കൊടുക്കാം, ബൂരാ ദിൻ കൊടുക്കാം. അത് ഏതായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അച്ഛാന്നോ ബൂരാന്നോ അല്ലെങ്കിൽ ഖുഷിന്നോ ദുഃഖിന്നോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അതിനുശേഷം എന്താണ് ചോദ്യത്തിൽ പറഞ്ഞത്, ചോദ്യത്തിൽ എന്തിനെ കുറിച്ചാണ് ഡയറി എഴുതാനുള്ളത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 സെന്റൻസ് ആക്കി നിങ്ങൾ എഴുതാം. ഓക്കെ, അതിനുശേഷം ലാസ്റ്റ് നോക്കിക്കേ, ആജ് കാ ദിൻ മേ കബി നഹി ഭൂലൂങ്ക. ഇത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പൊലിപ്പ് കൂട്ടാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതുക. എന്ത് കൊടുക്കാം, ഞാൻ ഈ ദിവസം ഒരിക്കലും മറക്കില്ല. അതായത് സന്തോഷമാണെങ്കിലും നമ്മൾ മറക്കൂല, സങ്കടമാണെങ്കിലും നമ്മൾ മറക്കൂല. അപ്പൊ ഏത് നമ്മുടെ ഡയറിയുടെ ക്വസ്റ്റ്യൻ എന്തായിക്കോട്ടെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് എഴുതാൻ സാധിക്കും. ശേഷം എന്ത് ചെയ്യുക, ഹസ്താക്ഷരം എന്ന് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഒരു ഡയറി എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സെറ്റ് അല്ലേ, ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ഡയറി നമുക്ക് പഠിക്കാം. നോക്കിക്കേ, ബാങ്ക് ക്ലർക്കിനെ അപ്നി ഡയറി മേ ക്യാ ലിഖാ ഹോഗാ, वो डायरी തയ്യാർ കരല്ലേ. നമ്മുടെ ബാങ്ക് ക്ലർക്ക് ആനന്ദക്ക് ഫുൾ സ്റ്റഡിയാൽ എന്തുണ്ട്, ആ ക്ലർക്കിന്റെ ഹാൻഡ് റൈറ്റിംഗ് അടിപൊളിയാന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പൊ ആ ദിവസം എന്ത് ചെയ്യാണ്, ആ ബാങ്ക് ക്ലർക്ക് ഒരു ഡയറി എഴുതാണ്. ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്, ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ബോക്സ് വരയ്ക്കുന്നു, നമ്മൾ എന്ത് കൊടുക്കുന്നു, താരീഖ് ഡേറ്റ് അല്ലേ. നമുക്ക് ആജ് കാ ദിൻ ബഹുത്ത് അച്ഛാ, നമ്മൾ നേരത്തെ പറഞ്ഞു ഖുഷി അല്ലെങ്കിൽ അച്ഛാ എന്ന് നമുക്ക് കൊടുക്കാം. നോക്കിക്കേ, ആജ് മുझे മിലി പ്രശംസ एक पंखुड़ी के समान मुझे अब भी सहलाती है. ഇന്ന് എനിക്ക് കിട്ടിയ പ്രശംസ എന്താണ്, ഒരു തൂവൽ സ്പർശം പോലെ അല്ലേ. അതായത് എനിക്ക് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, അത് ഫീൽ ചെയ്യുന്നുണ്ട്. വഹ ആദ്മി കിതന അച്ഛാ ഹേ, ആ ഒരു മനുഷ്യൻ എത്ര നല്ല മനുഷ്യനാണ്. ആജ് പെഹ്ലി ബാർ ബാങ്ക് കെ ബോറിംഗ് സമയമേ കുച്ച് റാഹത്ത് മിലി. ഇന്ന് എനിക്ക് എന്ത് കിട്ടി, ബാങ്കിലെ ആ ബോറിംഗ് സമയത്ത് എനിക്ക് എന്താണ്,
ഒരു ആശ്വാസം കിട്ടി. ഉസ് ആദ്മീനെ ഗാഥ ഖോൽനെ കെ ലിയെ ആയാ था मैं उनका नाम और पता लिखते समय उन्होंने मेरी हस्तलिपि पर ധ്യാൻ ദിയ അല്ലെ. അദ്ദേഹം എന്താണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വന്നാണ് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ പേരും ഡീറ്റെയിൽസ് ഒക്കെ എഴുതുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു, എന്റെ ഹാൻഡ് റൈറ്റിംഗ് ശ്രദ്ധിച്ചു. എന്നിട്ടോ കഹ പറഞ്ഞു ബ്യൂട്ടിഫുൾ, എന്നിട്ട് എന്നോട് പറഞ്ഞു എന്താ ബ്യൂട്ടിഫുൾ എന്ന് എന്നോട് പറഞ്ഞു. മേരാ മൻ ഖുഷി സെ ഭര, എന്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. സബ് ലോഗോനെ മേരി ഹസ്തലിപി ദേഖി थी पर किसी ने भी मुझसे കുഷ് നഹി കഹാത്ത. ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, എന്റെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടിട്ടുണ്ട്, പക്ഷെ ആരും ഇന്നേ വരെ എന്ത് ചെയ്തിട്ടില്ല, എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെയോ അപ്പൊ മേ ഗർവ് കാ അനുഭവ് കർനെ ലേഖ ബഡി ഖുഷി സെ मैंने उनसे बातें की पत्नी से भी ये बात कही ये दिन में कभी नहीं भूलूंगा. ഓക്കെ, പ്ലസ് വന്നു പോയതാട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഈ കാര്യം എന്ത് ചെയ്തു, എന്റെ ഭാര്യയോടൊക്കെ പറഞ്ഞു, ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് എന്താ ഡയറി നിങ്ങൾ എഴുതേണ്ടത്. ഈ ഡയറി നിങ്ങൾ പഠിച്ചോ, ഈ ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചോ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചോദിക്കും. അപ്പൊ അടുത്തത് ഏതാ നോക്കിക്കേടാ. അടുത്തത് സിമ്പിൾ ആയിട്ട് പോസ്റ്റർ എഴുതാൻ അല്ലെ. പോസ്റ്റർ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മളോട് എന്തെങ്കിലും ഒരു സബ്ജക്ട് തന്നിട്ട് ആ സബ്ജക്റ്റിനെ കുറിച്ച് എഴുതാൻ പറയില്ല. അതായത് പ്രകൃതി സംരക്ഷണം, ജലസംരക്ഷണം, അങ്ങനെ എന്തെങ്കിലും. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാനില്ല, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ബോക്സിൽ എഴുതിയാൽ മതി. പക്ഷേ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, ആ പ്രോഗ്രാം അറിയിക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റർ ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു പോസ്റ്ററിൽ വേണ്ടത്. എന്തൊക്കെ? ഫസ്റ്റ് കാര്യക്രം. കാര്യക്രം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഗ്രാം ആണ്. എന്താണ് പ്രോഗ്രാം? ചിലപ്പോൾ സംഗോഷ്ഠി ആയിരിക്കും, ഫിലിം ഫെസ്റ്റിവൽ ആയിരിക്കും, നാടകമായിരിക്കും, എന്തെങ്കിലും ഒരു പരിപാടി ആയിരിക്കും. ആ പരിപാടി എന്താണോ കാര്യക്രം എന്ന് നിങ്ങൾ എഴുതണ്ട, ആ പ്രോഗ്രാം എന്താണെന്ന് എഴുതാം. അതിനുശേഷം വിഷയം എന്താണ്? സബ്ജക്റ്റ്. ഇപ്പൊ ഫിലിം ഫെസ്റ്റിവൽ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഫിലിം ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ടറുടെ ഫിലിം ഉണ്ടാവും, അല്ലെങ്കിൽ നാടകമാണെങ്കിൽ ആ നാടകത്തിന് ഒരു പേരുണ്ടാവും, സംഗോഷ്ഠി ആണെങ്കിൽ സെമിനാർ ആണെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവും അല്ലെ. അപ്പൊ അതാണ് നമ്മൾ രണ്ടാമതായിട്ട് എഴുതേണ്ടത്. അപ്പൊ എന്താണ്? പ്രോഗ്രാം വലുതാക്കി എഴുതുന്നു, അതിന് താഴത്ത് സബ്ജക്റ്റ് എഴുതുന്നു. ശേഷം എന്താണ്? ഡേറ്റ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. എന്താണ്? ഡേറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദ്യത്തിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇഷ്ടമുള്ള ഒരു ഡേറ്റ് കൊടുക്കാം. അപ്പൊ എങ്ങനെയാ നോക്കിക്കേ, 3/25 അങ്ങനെയൊക്കെ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഡേറ്റ് കൊടുക്കാം. അടുത്തത് സമയം, ടൈമാണ് കേട്ടോ. ടൈം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സമയം കൊടുക്കാം. ഇപ്പൊ എങ്ങനെ നിങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക, എങ്ങനെ സുബഹ്, രാവിലാണ് സുബഹ്, ഉച്ചയ്ക്കാണെങ്കിലോ ദോപഹർ, ഈവനിങ് ആണെങ്കിൽ ഷാം, രാത്രി ആണെങ്കിൽ രാത്. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടെ എന്ത് ചെയ്യാ, ടൈം എന്തെങ്കിലും ഒന്ന് കൊടുക്കുക, എന്നിട്ട് കൊടുക്കുക എന്ത്, ബജെ എന്ന് ചേർത്ത് കൊടുക്കുക. സുബഹ 10 ബജെ, അതുപോലെ ദോപഹർ 2 ബജെ, ഷാം 4 ബജെ, രാത് 8 ബജെ, ഏതെങ്കിലും ഒന്ന് കൂടെ എന്നിട്ട് ബജെ എന്ന് ചേർത്ത് കൊടുക്കുക. അടുത്തത് സ്ഥാനാണ്. എന്താണ്? പ്ലേസ് ആണ് നിങ്ങൾ അടുത്തത് എഴുതേണ്ടത്. അപ്പൊ സ്കൂൾ ആണ് കണ്ടക്ട് ചെയ്യുന്നത്, എന്ത് കൊടുക്കാം? സ്കൂൾ സഭാഭവൻ മേം എന്ന് കൊടുക്കാം, സ്കൂൾ ഹോൾ മേം. അല്ലെങ്കിൽ പഞ്ചായത്തൊക്കെ ആണ്, പഞ്ചായത്ത് ഹോളൊക്കെ ആണെങ്കിൽ പഞ്ചായത്ത് ഹോൾ മേം. ഓക്കെ, ആ സ്ഥലത്തിന് കൂടെ എന്ത് കൊടുക്കാം? മേം എന്ന് കൂട്ടി കൊടുക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം? സബ്കാ സ്വാഗത്, എന്ത് ചെയ്യുക? ഓൾ ആർ വെൽക്കം, എല്ലാരെയും വെൽക്കം ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത് കാര്യക്രം, പ്രോഗ്രാം എന്താണെന്ന് എഴുതുന്നു, സബ്ജക്റ്റ്, ദെൻ ഡേറ്റ്, ടൈം, പ്ലേസ്, എല്ലാവരെയും വെൽക്കം ചെയ്യാം. ഇതൊരു ബോക്സിലാക്കുക. ഇത്രയും കാര്യം മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ പോസ്റ്ററിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ മതി. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അടുത്തത് എന്താടാ? സിമ്പിൾ ആയിട്ട് 6 മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് എന്താ? സംക്ഷേപം അല്ലെ. സംക്ഷേപണം ഉറപ്പായിട്ടും ചോദിക്കും. ഒരു പാരഗ്രാഫ് തരും, അതിനെ സംക്ഷേപണമാക്കി എഴുതാൻ പറയും. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ആനന്ദിക്ക് ഫുൾ സ്റ്റഡിയമാണ്. അപ്പൊ ഇതിൽ എത്രയുണ്ട്? 5 ഘടനകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 5 ഘടനകളും സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കുകയാണ്. ഈ രീതിയിൽ നിങ്ങൾ സംക്ഷേപണം എഴുതിക്കോ, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. സംക്ഷേപണം എന്ന് പറഞ്ഞാൽ എന്താ? തന്ന പാരഗ്രാഫിനെ 3-ൽ 1 മാറ്റി എഴുതാനാണ്. ഒരുപാട് വാരി വലിച്ച് എഴുതാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുക. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോ, ഇതൊക്കെ അങ്ങ് പഠിച്ചു വെച്ചോ. ഒന്നാമതായിട്ട് നോക്കിക്കേ, ഒന്നാമത്തെ ഘടന നമ്മൾ എഴുതാണ് കേട്ടോ. നമുക്ക് അവിടെ പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ആ വൃദ്ധനായിട്ടുള്ള ഒരാൾ എന്താണ്, മാങ്ങയുടെ അണ്ടിയിലെ മാങ്ങയുടെ വിത്ത് കുഴിച്ചിടുന്ന ആ ഒരു സീൻ, ആ പാരഗ്രാഫ് തന്നു. അതിനെ സംക്ഷേപണാക്കാനാണെങ്കിൽ നോക്കിക്കേ, എങ്ങനെ എഴുതാം നോക്കിക്കേ. एक बूढ़ा आदमी जमीन खोदकर आम का बीज बो रहा था അല്ലെ. ഒരു വൃദ്ധനായിട്ടുള്ള ആൾ എന്താണ്, ഇങ്ങനെ മണ്ണ് മാന്തിയിട്ട് അവിടെ മാങ്ങയുടെ അണ്ടിയിലെ മാങ്ങയുടെ വിത്ത് കുഴിച്ചിടുന്നുണ്ട്. യോ ദേഖകർ, ഇത് കണ്ടുകൊണ്ട് एक युवक ने पूछा कि അല്ലെ, ഒരു യുവാവ് ചോദിക്കുകയാണ് എന്ത്, इसका फल हम कब गा सकते
ഹേ, ഇതിന്റെ പഴം നമ്മൾ എപ്പം കഴിക്കാനാണെന്ന് ആരോട് ചോദിക്കാണ്? ഈ വൃദ്ധനോട് ചോദിക്കാണ്. അപ്പൊ വൃദ്ധൻ എന്താ പറയുന്നത്? ഭൂട്ടാനെ ഉത്തർ ദിയ, ഉത്തരം കൊടുത്തു. എന്താ? കിമേരെ നാത്തെ പോത്തി ഗാ സക്തേ ഹേ, എന്റെ പേരക്കുട്ടികളൊക്കെ എന്ത് ചെയ്തോളും? ഇത് കഴിച്ചോളും. ഷായത് തും ഭി ഗാ സക്തേ ഹോ, ചിലപ്പോൾ നിനക്കും എന്ത് ചെയ്യാൻ പറ്റും? ഇത് കഴിക്കാൻ പറ്റും. ഹമാരെ പൂർവജോ മേ ദൂസരോं को सुख और आनंद पहुंचाने की ऐसी മനോവൃത്തി थी അല്ലേ? അപ്പൊ എന്താണ്? നമ്മുടെ പൂർവികർ ചെയ്തു വെച്ച് പോയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? ഒരുപാട് മരങ്ങളായിക്കോട്ടെ, ചെടികളായിക്കോട്ടെ, ഇതൊക്കെ. അപ്പൊ ഇതാണ് എന്ത്? ഒന്നാമത്തെ ഘടനയുടെ സംക്ഷേപണമായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. രണ്ടാമത്തത് എന്താടാ നോക്കിക്കേ. एक वृद्ध सांबाद महिला रेलगाड़ी से यात्रा करते समय खिड़की के पास बैठकर, അല്ലെ? ഒരു വൃദ്ധയായിട്ടുള്ള സ്ത്രീ എന്താണ്? ട്രെയിനിങ്ങിനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു വിൻഡോ സീറ്റിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കാണ്. अपनी मोटी से कुछ चीजें बाहर फेंक रही थी. എന്നിട്ട് എന്താണ്? ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് എന്താണ്? ചുരുട്ടി പിടിച്ചിട്ട് പുറത്തേക്ക് എന്തോ ഇങ്ങനെ എറിയുന്നുണ്ട്. സഹയാത്രികനെ പൂച്ച, അല്ലെ? അപ്പൊ അത് കണ്ടുകൊണ്ട് സഹയാത്രിക എന്ത് ചെയ്യാണ്? ചോദിക്കാണ്. ഉസ്നെ ബത്തായാക്കി, അപ്പൊ അവർ മറുപടി കൊടുക്കാണ്. എന്ത്? ये फूलों और फलों के बीज है. ഇതെന്താണ്? കുറച്ച് പൂക്കളുടെയും പഴങ്ങളുടെയും ഒക്കെ വിത്താണ്. उनका विश्वास था कि അവരുടെ വിശ്വാസം എന്താണ്? उनमें से कुछ जड़ पकड़ लेंगे और दूसरों को फायदा होगा. ഇതിൽ ഏതെങ്കിലുമൊക്കെ എന്ത് ചെയ്യും? ഏതെങ്കിലുമൊക്കെ വേര് പിടിക്കും, ഉണ്ടാവും, അത് ആർക്കെങ്കിലുമൊക്കെ ഉപകരിക്കും എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ ഘടന. ഓക്കെ, അടുത്ത നോക്കിക്കേ. മൂന്നാമത്തെ അല്ലെ? ഒരു $20 കഥയാണ്. നോക്കിക്കേ. അമേരിക്ക के പ്രസിഡന്റ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ के पास मदद मांगने के लिए, അല്ലെ? അപ്പൊ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ആരടാ? യെസ്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ അടുത്ത് എന്ത് ചെയ്യാണ്? സഹായത്തിന് വേണ്ടിയിട്ട് ഗരീബ് വിദ്യാർത്ഥിയായ, അല്ലെ? ഒരു പാവപ്പെട്ട ഒരു വിദ്യാർത്ഥി വരെയാണ്. ഉന്നോനെ അവസ്ഥയെ നോക്കിയ $20 തീയല്ലേ? എത്ര കൊടുത്തു? $20 കൊടുത്തു. पढ़ाई पूर्ति करके विद्यार्थी रकम लौटे आए तो उन्होंने स्वीकार नहीं किया. അങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ആ പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ആ വിദ്യാർത്ഥി വന്ന സമയത്ത് എന്ത് ചെയ്യാണ്? അത് അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല? സ്വീകരിക്കുന്നില്ല. ഉസേ ഉസ്കെ പാസ് രഖക്കർ ജറൂരത്മന്ദോं को देने को कहा, അല്ലേ? അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞത്? നിന്റെ അടുത്തേക്ക് ഈ പൈസയ്ക്ക് ആവശ്യമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്തോ? ഈ പൈസ അവർക്ക് കൊടുത്തോളൂ. ആജ് भी वह रकम अमेरिका में जरूरतमंदों के हाथों में घूम रही है. ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്? അമേരിക്കയിൽ ഒരുപാട് ആവശ്യക്കാരുടെ കൈകളിലേക്ക് പൈസ ഇങ്ങനെ മാറി മറിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് മൂന്നാമത്തെ സംഭവം. ദെൻ നാലാമത്തെ എന്താണ് നോക്കിക്കേ. सहानुभूति का असर. നോക്കിക്കേ. लेखक मुंबई जा रहा था. लड़ाई के कारण गाड़ियों की संख्या कम कर दी थी, इसलिए ടിക്കറ്റ് लेने के लिए लोगों की भीड़ थी. എന്താണ്? ലേഖകൻ ഒരിക്കലും എന്ത് ചെയ്യാണ്? മുംബൈയിലേക്ക് പോവാണ്. ലഡായിക്ക് കാരണം, യുദ്ധ കാരണം കൊണ്ട് ഗാഡിയോക്ക് സംഖ്യ കം കർ ദി തി. എന്താണ്? ഈ ട്രെയിനിന്റെ നമ്പർ, അതായത് ട്രെയിനുകളുടെ എണ്ണം വളരെ കുറവാണ്. इसलिए ടിക്കറ്റ് लेने के लिए लोगों की भीड़ थी. അതുകൊണ്ട് ടിക്കറ്റ് എടുക്കാൻ എന്താണ്? വലിയൊരു ക്രൗഡിൽ, അത്രയും റഷാണ്. യാത്രിയോं का परिहास काम की തനാവല, ആൾക്കാരുടെ പരിഹാസവും ജോലിയുടെ ബുദ്ധിമുട്ടും എല്ലാം കൊണ്ട് എന്താണ്? ആദി കെ കാരണം ടിക്കറ്റ് ബാബു പരേഷാൻ താ, അല്ലെ? ടിക്കറ്റ് ബാബു വളരെ വിഷമത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. ലേഖക സഹാനുഭൂതിക്ക് ശബ്ദോനെ, അതായത് ലേഖകൻ എന്ത് ചെയ്തു? അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് ആ സംസാരത്തിലൂടെ എന്ത് ചെയ്തു? ശബ്ദോനെ, വാക്കുകളിലൂടെ ടിക്കറ്റ് ബാബു പർ, ടിക്കറ്റ് ബാബുവിൽ എന്ത് സംഭവിച്ചു? असर पड़ा. वह उत्साह से टिकट काट कर भीड़ छाड़ना शुरू किया. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരാൾ സപ്പോർട്ട് ചെയ്തപ്പോൾ ഭയങ്കര ഉത്സാഹത്തോടു കൂടി എന്ത് ചെയ്തു? ആളുകൾക്ക് ടിക്കറ്റ് കൊടുക്കുകയും ആ ഒരു തിരക്ക് അവിടെ അവസാനിപ്പിക്കുകയും ചെയ്തു. ഇതാണ് നാലാമത്തെ സംഭവം. അടുത്ത നോക്കിക്കേ. അഞ്ചാമത് നോക്കിക്കേ. एक बार लेखक बैंक अपना हिसाब खोलने के लिए गया. എന്ത് ചെയ്തു? ഒരിക്കൽ ലേഖകൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ബാങ്കിലെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോയി. उन्होंने देखा कि बैंक क्लर्क की हस्तलिपि बहुत सुंदर है. നോക്കുന്ന സമയത്ത് ആ ക്ലർക്കിന്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മനോഹരമായിരുന്നു. उन्होंने उनकी हस्तलिपि की प्रशंसा की. क्लर्क को खुशी हुई, लेखक को भी प्रसन्नता हुई. उनके शब्दों को क्लर्क के जीवन में सुख और आनंद पहुंचा सके. അല്ലെ? അപ്പൊ എന്താ? അടിപൊളിയാന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അത് വളരെ ഹാപ്പിയായി. ഇത്രയും കാര്യങ്ങളിലെ 5 ഘടനകളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഈ 5 ഘടനകളിൽ ഏതെങ്കിലും ഒന്നിനെ കുറിച്ചായിരിക്കും നിങ്ങൾക്ക് എന്ത് എഴുതാൻ വരിക? സംക്ഷേപണം എഴുതാൻ വരിക. സെറ്റ് ആയില്ലേടാ? ക്ലിയർ ആയില്ലേ? യെസ്. അപ്പൊ ഇത് എന്ത് ചെയ്തോളാം? പഠിച്ചോളാം. അടുത്ത ചോദ്യം എന്താണ്? അഡ്വർടൈസ്മെന്റ്, അതായത് വിജ്ഞാപനമാണ് നിങ്ങൾക്ക് എഴുതാൻ പറയാം.
അപ്പൊ നിങ്ങൾക്ക് ചോദ്യത്തിൽ എന്താണ്, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് തരും, ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള വിജ്ഞാപനം എഴുതാനാണ് പറയാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഒരു ബോക്സ് വരയ്ക്കുക, ശേഷം ശീർഷകിൽ എന്ത് ഹെഡിങ് കൊടുക്കുക, എന്താണ് വിൽക്കാൻ പോകുന്നത് അത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, പൈസ കൊടുക്കുക, then അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, then എന്ത് ചെയ്യുക, ഒരു പിക്ചർ വരച്ചു കൊടുക്കുക. നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കുക, ബാസാർ മേ സൂർദാസ് की പദമാല की CD निकली है അല്ലെ, സൂർദാസിന്റെ പദമാലയുടെ CD വിൽക്കപ്പെടുന്നുണ്ട്. CD की बिक्री बढ़ाने के लिए एक विज्ञापन तैयार करें. അപ്പൊ അത് വിറ്റ് പോകണം, അതിനെന്ത് ചെയ്യണം, ഒരു പരസ്യം തയ്യാറാക്കണം. എന്താണ്, സൂർദാസിന്റെ പദമാലയുടെ CD ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതുപോലെ എന്ത് ചെയ്യാം, ഒരു ഹെഡിങ് കൊടുക്കണം, then എന്ത് ചെയ്യണം, വില കൊടുക്കണം, അതുപോലെ ഒരു പിക്ചർ വരയ്ക്കുക. അപ്പൊ അത് മാത്രമല്ല, അത്രയും കാര്യങ്ങൾ കൊടുത്താൽ മതി. ഈ രീതിയിൽ എന്ത് ചെയ്യുക, വരയ്ക്കുക, എന്ത് ചെയ്യുക, ഒരു ബോക്സ് വരയ്ക്കുക. ഇതുപോലെ എന്താണ് നമ്മുടെ ഭാഷയിൽ വിൽക്കുന്ന ഒരു കുത്തി വരയിടുക, എന്നിട്ട് എന്ത് ചെയ്യുക, പദമാല, എന്താണ് വിൽക്കുന്നല്ലേ, പദമാലയുടെ CD അല്ലേ, നോക്കിക്കേ, സൂർദാസ് കെ 10 പദോं की CD എന്ന് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു CD-യുടെ പിക്ചർ കൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്യുക, അബ് സിർഫ് 100, ഇപ്പൊ കേവലം അത് 100 രൂപ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, 50 രൂപ മാത്രമേ ഉള്ളൂ എന്ന് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ എന്ത് കൊടുക്കാം, അപ്പൊ ഇങ്ങനെ വില കൊടുത്തതിന് ശേഷം എന്ത് കൊടുക്കാം, ഗരീദേ മൻ കോ ഖുഷി സെ ഭരെ, എന്ത് ചെയ്യൂ, വാങ്ങിക്കോ, മനസ്സ് സന്തോഷം കൊണ്ട് നിറയ്ക്കോ, എന്നൊക്കെ എന്തെങ്കിലും ഡയലോഗ് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് എത്രയാണ്, 8 മാർക്കിനൊക്കെയാണ് നിങ്ങൾക്ക് വിജ്ഞാപനം ചോദിക്കുന്നത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഈ രീതിയിൽ എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ എന്താണോ അത് ഈ രീതിയിലായിട്ട് കൊടുക്കുക കേട്ടോ. അതായത് എന്താണ് സബ്ജക്റ്റ്, ശീർഷകം, ഒരു ഹെഡിങ് കൊടുക്കുന്നു, ശേഷം പിക്ചർ കൊടുക്കുക, അതിന്റെ വില കൊടുക്കുക, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഡയലോഗ് എഴുതുക. ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വിജ്ഞാപനത്തിൽ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അതൊന്ന് എഴുതി കൊടുക്കാം. അടുത്ത നോക്കിക്കേ, അടുത്തത് എന്താണ്, അടുത്ത ചോദ്യം നോക്കിക്കേടാ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരുപാട് പേർക്ക് ഡൗട്ട് ഉള്ള ഒരു ചോദ്യമാണ്. എന്താ നോക്കിക്കേ, സൂചന അധികാർ പത്ര, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. നിങ്ങളുടെ ചോദ്യം ഒന്ന് നല്ല രീതിയിൽ വായിച്ചാൽ മാത്രം മതി, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നോക്കിക്കേ, ഒരു എക്സാമ്പിൾ നോക്കിക്കേ, ആജ്കൽ സഡക് ദുർഘടനായും ബഡ്തി ജാ രഹി ഹെ, ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഉസ്കി റോക്ക്താം കെ ലിയെ സർക്കാർ ദ്വാരാ കി ഗയി കാർവായിയോ കി സൂചന പാനെ കെ ലിയെ, അപ്പൊ അതിന് ഈ ഗവൺമെന്റ് എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട് ആരാണ് എഴുതുന്നത്, ഇതില് നമുക്ക് കൊടുക്കാനുണ്ട് അല്ലെ, പ്രേക്ഷക കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാനില്ലേ. ആരാ നോക്കിക്കേ, മനോജ് കുമാർ, താരാ വിഹാർ, പാലക്കാട്. ആരെ എഴുതുന്ന ആള്, മനോജ് കുമാറാണ്. അത് നിങ്ങളുടെ ചോദ്യത്തിൽ ഉറപ്പായിട്ടും തരും. നിങ്ങളുടെ ചോദ്യത്തിൽ ഉണ്ടാവും ആരാണ് എഴുതുന്നത്, എന്തിനെ കുറിച്ചാണ് എഴുതുന്നത്, അതായത് സബ്ജക്റ്റ് എന്താണെന്ന് ഉണ്ടാവും, സന്ദർഭം നിങ്ങൾക്ക് അതിന് എഴുതാൻ പറ്റും. ഇതിന് എന്താണ്, ആരെ എഴുതുന്നത് എന്നുള്ളതും ആർക്കാണ് എഴുതുന്നത് ഉള്ളതും ഉണ്ടാവും. നോക്കിക്കേ, ആർക്കാണ് നോക്കിക്കേ, ഇവിടെ മനോജ് കുമാർ എഴുതുന്നു. അതുപോലെ ആർക്കാണ്, സാർവജനിക സൂചന അധികാരി, സഡക് പരിവാഹൻ വിഭാഗ്, കേരള സർക്കാർ അല്ലെ, അതായത് റോഡും ഗതാഗതവുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അതായത് സബ്ജക്റ്റ് എന്താന്ന് തന്നിട്ടുണ്ട്, ആരാണ് എഴുതുന്നത്, ആർക്കാണ് എഴുതുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒരു ബോക്സ് വരയ്ക്കുക, നിർബന്ധമായിട്ട് ബോക്സ് വരയ്ക്കുക. നിങ്ങൾ ആദ്യം ബോക്സ് വരച്ചാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ മക്കളെ, ഇങ്ങനെ ഒരു സ്റ്റാമ്പ് അല്ലെ, 10 രൂപയുടെ ഒരു സ്റ്റാമ്പ് അവിടെ കൊടുക്കാം. 10 രൂപയുടെ സ്റ്റാമ്പ് നിങ്ങൾ അവിടെ കൊടുക്കുക. അത് നിർബന്ധമാണ്, നിങ്ങൾ അത് മറന്നു പോവാൻ പാടില്ല. അതിനുശേഷം എന്ത് ചെയ്യാം, പ്രേക്ഷക് എന്ന് എഴുതാം. പ്രേക്ഷക്, ആരാണ് ലെറ്റർ എഴുതുന്നത്, ആർക്കാണെന്നല്ല, പ്രേക്ഷക് എന്ന് പറഞ്ഞാൽ ആരാണ് ലെറ്റർ എഴുതുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് മനോജ് കുമാർ ആണ് എഴുതുന്നത്. അപ്പൊ എന്ത് ചെയ്യാ, അതേ അഡ്രസ്സ് വേണം എഴുതാം, മനോജ് കുമാർ, താരാവിഹാർ, പാലക്കാട്. ഇത്രയും കാര്യം അതായത് നിങ്ങളുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ടാവും, അത് പ്രേക്ഷക് എന്ന് എഴുതിയിട്ട് ഇതുപോലെ എഴുതാം. അതിനുശേഷം സേവാമേവലെ 2 അഡ്രസ്സാണ്, ആർക്കാണ് എഴുതുന്നത് അതിവിടെ വളരെ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട് അല്ലെ, സാർവജനിക സൂചനാധികാരി, സഡക് പരിവാഹൻ വിഭാഗ്, കേരള സർക്കാർ. ഇത് 2 കാര്യങ്ങളും നിങ്ങൾക്ക് ചോദ്യത്തിൽ തന്നതാണ്, ആ രീതിയിൽ എഴുതാം. അടുത്തത് നോക്കിക്കേ, മഹോദയ്, നമ്മൾ എഴുതി തുടങ്ങാണ്. വിഷയ് അല്ലെ, വിഷയം എന്താണ്, ഇവിടെ മഹോദയ് എന്ന് നിങ്ങൾ എഴുതി ചേർക്കുക. വിഷയം എന്താണ്, ചോദ്യത്തിൽ തന്നിട്ടുണ്ട് എന്താണ്, ആജ്കൽ സഡക് ദുർഘടനായം ബഡ്തി ജാ രഹി ഹെ, ഉസ്കി റോക്ക്താം കെ ലിയെ സർക്കാർ ദ്വാരാ കി ഗയി കാർവായിയോ കി സൂചന പാൻ. അപ്പൊ അതേ കാര്യം എന്ത് ചെയ്യാം, ഇവിടേക്ക് എഴുതാം. നോക്കിക്കേ, സഡക് दुर्घटनाओं की रोकथाम के लिए सरकार द्वारा गई कार्रवाइयों से संबंधित.
എന്താണെന്ന് വെച്ചാൽ സംബന്ധിത് എന്ന് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്താണോ നിങ്ങൾക്ക് എഴുതാൻ തരുന്ന സബ്ജക്റ്റ് അത് ഈ രീതിയിൽ എഴുതാം, സംബന്ധിത് കൊടുക്കുക. അതിനുശേഷം സന്ദർഭ്, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെച്ചോ. ഏത് ചോദ്യം തന്നാലും സന്ദർഭ് നിങ്ങൾക്ക് ഇത് എഴുതാം. എന്താ? സൂചനാധികാർ അധിനിയമ 2005. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സന്ദർഭ് ഇത് തന്നെ കൊടുക്കാം. വിഷയം ഏതും ആയിക്കോട്ടെ, സന്ദർഭ് ഇത് തന്നെ എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ സ്റ്റാമ്പ് വരയ്ക്കണം. അതിനുശേഷം ആരാണ് ലെറ്റർ എഴുതുന്നത് അവരുടേത്. ഓക്കെ, പ്രേക്ഷക എഴുതുന്നു, ടു അഡ്രസ്സ് കൊടുക്കുന്നു, മഹോദയ എന്ന് കൊടുക്കുന്നു, ശേഷം വിഷയം സന്ദർഭവും നമ്മൾ കൊടുത്തു. അതിനുശേഷം നിങ്ങൾക്ക് തന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട 3 ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. 3 ചോദ്യങ്ങൾ. ഓക്കെ, അപ്പൊ ഈ ചോദ്യങ്ങൾ പോലെ തന്നെ നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആയാലും ഈ രീതിയിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഓക്കെ, സബ്ജക്റ്റ് ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുത്താൽ മതി. നോക്കിക്കേ, मांगी गई सूचना की विवरण. നോക്കിക്കേ, बढ़ती सड़क दुर्घटनाओं की रोकथाम के लिए सरकार द्वारा क्या क्या कार्रवाइयां की गई है. എന്താണ് ഈ വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾക്ക് സർക്കാർ എന്തൊക്കെയാണ് നടപടികളാണ് സ്വീകരിച്ചത്? ഇനിയിപ്പോ എന്ത് പ്രശ്നമായാലും എന്താണ് ഇവിടെ മാത്രം മാറ്റി കൊടുക്കുക. സർക്കാർ ദ്വാര ക്യാ ക്യാ കാർവായിയാ കി ഗയി ഹെ, സർക്കാർ എന്താണ് നടപടിയാണ് സ്വീകരിച്ചത് നമുക്ക് ചോദിക്കാലോ. സബ്ജക്റ്റ് അവിടെ മാറ്റിയാൽ പോരെ. അടുത്തത്, സഡക് സുരക്ഷ കെ ബാരെ മേ क्या क्या जागरूकता कार्यक्रमों आयोजित किए गए हैं. ഇത് നമുക്ക് എന്ത് ചെയ്താൽ മതി, അവിടെ ഫ്രണ്ടിലുള്ള സബ്ജക്റ്റ് മാറ്റിയാൽ മതി. റോഡ് സുരക്ഷയ്ക്ക് വേണ്ടി എന്തെല്ലാം നടപടിക്രമങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത് നിങ്ങൾ എന്താണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് ചോദിക്കൂല. അതായത് നമ്മുടെ ബോധവൽക്കരണ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ റോഡ് സുരക്ഷയ്ക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് നടപ്പിലാക്കുന്നത്. അടുത്തത്, സഡക് നിയമോ കാ ഉല്ലംഘൻ കർണേ പർ ദണ്ഡ് ക്യാ ഹെ. അല്ലെ, ഈ റോഡ് നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കാൻ പോകുന്നത്? ഇത്തരത്തിലൊരു 3 ചോദ്യങ്ങൾ ചോദിക്കാം. അതിനുശേഷം നോക്കിക്കേ, ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ആരാണ് എഴുതുന്നത്? അല്ലെ, ഭവതി ആരാണ്? ഭവതി എന്ന് എഴുതുന്നു ഹസ്താക്ഷർ മനോജ് കുമാർ. അതായത് ഫ്രം അഡ്രസ് നമ്മളിവിടെ പ്രേക്ഷകരില്ലേ, ഇതിന് നേരെ ഓപ്പോസിറ്റ് എന്ത് കൊടുക്കുക, സ്ഥാനം താരീഖും കൊടുക്കുക. ഇത്രയും എഴുതിയാൽ 8 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. കാരണം ചോദ്യത്തിൽ തന്നെ നിങ്ങൾക്ക് പകുതി കാര്യങ്ങളുണ്ട്. ഈ ഒരു ചോദ്യം മാത്രം എന്ത് ചെയ്താൽ മതി, ഇവരോട് ചോദിക്കാനുള്ള ചോദ്യം മാത്രം നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മതി. അത് ഈ രീതിയിൽ തന്നെ നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ സൂചനാ അധികാര പത്രം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ടാവും, സ്റ്റാമ്പ് മറന്നു പോകരുത്, പ്രേക്ഷക തന്നിട്ടുണ്ടാവും, ടു അഡ്രസ്സ് തന്നിട്ടുണ്ടാവും, സബ്ജക്റ്റും തന്നിട്ടുണ്ടാവും. സന്ദർഭം ഏത് ചോദിച്ചോട്ടെ നിങ്ങൾ ഇത് എഴുതി വെച്ചോ. ചോദ്യത്തിൽ ചെറിയൊരു മാറ്റം വരുത്താം. ഇത്രയും കാര്യങ്ങൾ മാത്രമേ സൂചനാധികാര പത്രത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഇപ്പൊ ചെറിയൊരു സമാധാനമൊക്കെ കിട്ടിയില്ലേ? ദെൻ അടുത്തതായിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ഫിലിമി സമീക്ഷ ഉറപ്പായിട്ടും ചോദിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഫിലിമിന്റെ സമീക്ഷ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഒരു ഫിലിം സമീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? നോക്കിക്കേ, ഫിലിം കാ കഥാസാർ, അതായത് ഫിലിമിന്റെ കഥ A to Z എഴുതണോ? വേണ്ട, ഒന്ന് ചുരുക്കിയിട്ട് എന്താണ് ആ ഒരു ഫിലിമിലൂടെ നമ്മളിലേക്ക് എത്തിക്കുന്നത് ഒന്ന് ചെറുതാക്കി എഴുതാം. ദെൻ അടുത്തത് പാത്ര കി ഭൂമിക, അല്ലെ, അതിലെ ക്യാരക്ടേഴ്സിനെ സംബന്ധിച്ച് ഒന്ന് പറയണം. ദെൻ നിദേശക് കി ഭൂമിക, സംവാദിൽ, അതായത് അതിന്റെ ഡയറക്ടർ കാര്യങ്ങൾ ആരൊക്കെയാണ്, അല്ലെ, സംവിധായകൻ ആരാണ്, പിന്നെ എന്താണ് അതിലെ ഡയലോഗ് കാര്യങ്ങൾ, പിന്നെയോ ഛായാങ്കൻ, സമ്പാദൻ, ഗീത്, അല്ലെ, അതിൻ്റെ ഛായാഗ്രഹണം, അതുപോലെ എഡിറ്റിങ്, പിന്നെ എന്താ പറയുന്നത് അതിലെ സോങ്സ് കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഉൾപ്പെടുത്താം. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഫിലിം സമീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫിലിം, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫിലിം അങ്ങ് പഠിക്കാം. എല്ലാവരും ചിലപ്പോൾ ബ്ലാക്ക് എഴുതിയാൽ മതിയോ ചോദിക്കുന്നുണ്ടാവും. ബ്ലാക്ക് നിങ്ങൾ എഴുതിക്കോളൂ, ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് ആരൊക്കെ പഠിക്കാൻ വരുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഫിലിം എഴുതിയാൽ മതി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫിലിം പഠിക്കാം. എന്താ, ദൃശ്യം ഫിലിം ഇല്ലടാ, ദൃശ്യം ഫിലിം എല്ലാവർക്കും അറിയുന്നല്ലേ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ദൃശ്യത്തിന്റെ സമീക്ഷ പഠിക്കാം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നോക്കിക്കേ. അപ്പൊ നോക്കിക്കേടാ, യെസ്, 2014. അപ്പൊ നിങ്ങൾ ആദ്യം എഴുതേണ്ടതാണ് 2014 का सबसे लोकप्रिय സിനിമ था ദൃശ്യം. 2014 2014 ഇറങ്ങിയിട്ടുള്ള, അതായത് ജനങ്ങളൊക്കെ ഏറ്റെടുത്ത ഒരു ഫിലിമാണ് എന്താ ഈ ദൃശ്യം എന്ന് പറയുന്നത്. മലയാളം സിനിമയ്ക്ക് ഇതിഹാസ് മേലെ, മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏക മഹത്വപൂർണ്ണ ഫിലിം ഹെ. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. इसका निदेशक है जित्तू जोसेफ. ആരുടെ ഫിലിമാണ്? ജിത്തു ജോസഫിന്റെ ഫിലിമാണ്. इस फिल्म का नायक ജോർജ് കുട്ടി एक साधारण परिवार का है. ഇതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടർ ആയിട്ടുള്ള ആരടാ? ജോർജ് കുട്ടി ഒരു സാധാരണ വീട്ടിലുള്ള ഒരാളാണ്. उसकी बेटी अंशु एक कैंप में भाग लेते समय, അല്ലെ, അപ്പൊ അവരുടെ മകളായിട്ടുള്ള ഈ ക്യാരക്ടറിന്റെ മകളായിട്ടുള്ള അഞ്ജു ഒരു ക്യാമ്പിൽ പങ്കെടുക്കുന്ന സമയത്ത് ഹോനെ വാല
वाली घटनाओं के सिलसिले में वरुण नामक एक लड़का അപ്പോൾ ആ ഒരു സമയത്ത് എന്താണ് നടക്കുന്ന ക്യാമ്പുമായി ബന്ധപ്പെട്ട സമയത്ത് നടക്കുന്ന ഒരു പ്രശ്നമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാണ് അതിൽ വരുൺ എന്ന് പറഞ്ഞ ഒരു കുട്ടി എന്ത് ചെയ്യാണ് ഉൻകെ ഘർ ആത്തെ ഹെ എന്ത് ചെയ്യാണ് അവരുടെ വീട്ടിലേക്ക് വരികയാണ് मान की रक्षा के लिए अല്ലെ സ്വന്തം മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് അഞ്ജു ഓർ ഉസ്കി മാ മിൽക്കർ വരുൺ കോ മാർ ഡാൽത്തി ഹെ എന്ത് ചെയ്യാണ് ആ ഒരു സ്വയ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് അവനെ കൊല്ലേണ്ടി വരികയാണ് അല്ലെ ओके देन वरुण के माँ बाप पुलिस ऑफिसर है वरुण के लापता होने पर उसकी खोज और जांच होती है അപ്പോൾ അവരുടെ പാരന്റ്സ് എന്താണ് പോലീസാണ് അപ്പോൾ അവന്റെ മിസ്സിങ്ങിനെ തുടർന്ന് എന്ത് ചെയ്യാണ് അവിടെ അന്വേഷണം വരികയാണ് लेकिन എന്നാൽ ജോർജ് കുട്ടി वरुण की लाश को पुलिस स्टेशन के नींव में गोद डालकर सबको बेवकूफ बनाता है പക്ഷേ ജോർജ് കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട് ആ പോലീസ് സ്റ്റേഷന്റെ ആ ഒരു ഫൗണ്ടേഷൻ അടിത്തറയിൽ എന്ത് ചെയ്തിട്ടുണ്ട് തറയിൽ ഈ ഒരു ബോഡി കുഴിച്ചിട്ടിട്ട് എന്ത് ചെയ്യാണ് ബേവ്കൂഫ് എല്ലാരെയും വിഡ്ഢികളാക്കാണ് ഓർ മുഗ്ധമേസെ ബച്ച് ജാത്തെ ഹെ അതുപോലെ ശിക്ഷയിൽ നിന്ന് അല്ലെ അറസ്റ്റിൽ നിന്നൊക്കെ എന്ത് ചെയ്യാണ് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് फिल्म के केंद्र कथापात्र जॉर्ज कुटी को മോഹൻലാൽ ने अविस्मरणीय बनाया है അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടറായ ജോർജ് കുട്ടി ആരാണ് യെസ് മോഹൻലാലാണ് അവതരിപ്പിച്ചത് അടിപൊളിയാക്കി മാറ്റിയിട്ടുണ്ട് परिवार में होने वाले छोटी छोटी घटनाओं के स्वाभाविक अवतरणों से മോഹൻലാൽ का जॉर्ज कुटी दर्शकों ने मन को छूता है അല്ലെ സാധാരണ ഒരു കുടുംബത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ എല്ലാ ഫിലിമിൽ പറയുന്നത് ആ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഫിലിം നമ്മളെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഫിലിം കോ चरम सीमा तक रोचक बनाए रखने में निर्देशक पूर्णतया सफल हुआ है അതായത് ആ ഒരു ഫിലിമിന്റെ ലക്ഷ്യം പൂർണ്ണമായിട്ടും അല്ലെ സഫലമായിട്ടുണ്ട് ദെൻ ഇസ്കി പട്കഥ ജിത്തു ജോസഫ് നെ ഹി തയ്യാർ കി ഇതിന്റെ തിരക്കഥ സ്ക്രിപ്റ്റ് എഴുതിയത് ജിത്തു ജോസഫ് ആണ് ദെൻ സംവാദ് കഹാനിക്ക് അനുകൂൽ ഹെ അതിന്റെ സംഭാഷണവും കാര്യങ്ങളൊക്കെ എന്താണ് ആ ഫിലിമിന് യോജിക്കുന്ന രീതിയിലാണ് देन अयूब खान ने इसका संपादन किया है छायांकन അജിത് വാസുദേവ് का है അല്ലെ ഇതിന്റെ എഡിറ്റിംഗ് ആരാണ് എഡിറ്റിംഗ് നടത്തിയത് അയ്യൂബ് ഖാനും അതുപോലെ ഛായാഗ്രഹണം ആരാണ് യെസ് അജിത്ത് ആണ് പിന്നെന്താണ് നോക്കിക്കേ യഹ് ഫിലിം സമസാമയിക് और सामाजिक समस्याओं को दिखाते हैं എന്താണ് യഹ് ഫിലിം ഈ ഫിലിം എന്ന് പറയുന്നത് നോക്കിക്കേ സമസാമയിക് और सामाजिक समस्या അല്ലെ സമകാലികവും അതുപോലെ സാമൂഹികപരമായിട്ടുള്ള ആ ഒരു പ്രശ്നത്തെയൊക്കെയാണ് ഈ ഫിലിം എന്ത് ചെയ്യുന്നത് ചൂണ്ടിക്കാണിക്കുന്നത് ഈ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്തേണ്ടത് ഫിലിം സമീക്ഷ ഇത്രയും മതി 50ൽ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി ബാക്കിയുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്ത് പോയി നോക്കിക്കേ ഉറപ്പായിട്ടും നിങ്ങൾക്ക് A+ കിട്ടും ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും സെറ്റ് അല്ലേ റെഡി അല്ലേ വളരെ സിമ്പിൾ ആയിട്ട് ഉറപ്പായിട്ട് നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പൊ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക ഇത് പഠിക്കുക ഉറപ്പായിട്ടും പഠിക്കണം ഓക്കെ അപ്പൊ എന്താണ് ഇതുപോലത്തെ അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇത് ഈ ചാനൽ വരും അപ്പൊ ഇതിന്റെ നോട്ട്സ് കാര്യങ്ങൾ കിട്ടാൻ ഇതൊക്കെ എവിടെ കിട്ടും ആപ്പിൽ കിട്ടും നിങ്ങൾ അങ്ങോട്ട് ചാടി കയറി പോരെ ഓക്കെ യെസ് അപ്പൊ എന്താണ് നമ്മുടെ ലൈവും കാര്യങ്ങളും ഒന്നും മിസ് ചെയ്യരുത് ലൈവിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് അപ്പൊ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എന്താണ് ഈ ചാനലിൽ ഉണ്ടാവും സോ എല്ലാവർക്കും എന്ത് ചെയ്യുക ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ദെൻ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ദെൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തു ദെൻ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ